Alhamdulillah, al-aqibatu lil-muttaqin, wala udwana illa ala-l-zalimin. Wa nusalli wa nusallimu ala ashrafil anbiya'i wal-mursalin, nabiyyina Muhammadin sallallahu alayhi wa sallam. Allahumma salli ala Muhammadin wa ala ali Muhammad, kama sallaita ala Ibrahim wa ala ali Ibrahim, innaka hamidun majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Am khuliqu min ghairi syai'in am humul khaliqun. Am khalaqas samawati wal ard bal la yuqinun. Rabbi shrah li sadri wa yassir li amri wahlul uqdatan min lisani yafqahu qawli. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കേരളത്തിനകത്തും പുറത്തും ഈ അടുത്ത കാലത്തായി ചർച്ചകൾക്ക് ഒരൽപ്പം കൂടി സജീവത കൈവന്നിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുവാനും ഏതാനും ചില കാര്യങ്ങൾ പഠിക്കുവാനുമാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിരീശ്വരവാദം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും ബാലിശമായ, അതല്ലെങ്കിൽ ഒരൽപ്പം പോലും അടിത്തറയില്ലാത്ത ഒരു വാദത്തെ സംബന്ധിച്ച് എന്തിന് ഇത്ര വിപുലമായ ചർച്ചകളും സംവാദങ്ങളുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഞാൻ എൻ്റെ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടാകും, എന്തിന് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു. നിരീശ്വരവാദവും മറ്റു വാദങ്ങളെപ്പോലെ, മറ്റ് ദർശനങ്ങളെപ്പോലെയുള്ളൊരു വാദമായി കണ്ടുകൂടെ, അതിന് ഇത്ര അടിസ്ഥാനമില്ല എന്ന് പറയേണ്ടതിൻ്റെ കാരണം എന്താണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അത്തരത്തിലുള്ള ആളുകളോട് എനിക്കെൻ്റെ ഒരു അനുഭവം എന്ന നിലക്ക് ഒരു കാര്യം പറയുവാനുണ്ട്. ഞാനിന്ന് രാവിലെ എൻ്റെ റൂമിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വെറുതെ ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്നതിനിടയിൽ എൻ്റെ റൂമിലൊരു ഒഴിഞ്ഞ ഒരു ടേബിളുണ്ട്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ ഇരിക്കുന്നതിനിടയിൽ എൻ്റെ റൂമിലേക്ക് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില സംഭവ വികാസങ്ങൾ എൻ്റെ റൂമിൽ നടക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കിൻ്റെയും അതുപോലെ തന്നെ ഫൈബറിൻ്റെയും പോളിമറുകൾ എൻ്റെ റൂമിലേക്ക് തനിയെ ഇങ്ങനെ ആവാഹിച്ചു വരുന്ന ഒരു അത്ഭുതകരമായൊരു സംഭവമാണ് എൻ്റെ റൂമിൽ ഇന്ന് രാവിലെ ഉണ്ടായത്. അങ്ങനെ ആവാഹിച്ചു വന്നു എന്ന് മാത്രമല്ല, അത് കൂടിച്ചേർന്നുകൊണ്ട് എൻ്റെ റൂമിലെ ഒഴിഞ്ഞ ടേബിളിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പൊട്ടിത്തെറി നടക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് കണ്ണിമ വെട്ടാതെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഫോടനം നടന്നു എന്ന് മാത്രമല്ല, അതിനുശേഷം അത് താനെ കൂടിച്ചേരുകയാണ്. കൂടിച്ചേർന്നു എന്ന് മാത്രമല്ല, അതൊരു വൃത്താകൃതിയിലേക്ക് തനിയെ രൂപാന്തരം പ്രാപിക്കുന്ന അത്ഭുതകരമായ സംഭവമാണ് എൻ്റെ റൂമിൽ നിന്നുണ്ടായത്. അതുകൊണ്ടും കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ, അങ്ങനെ വൃത്താകൃതിയിലായ ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനത്തിൽ തനിയെ നല്ല ഡിസൈന് വരികയാണ്. അതുകൊണ്ടും തീർന്നില്ല, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൽ പിന്നെ 3 ഹോൾസ് തനിയെ വീഴുന്ന അത്ഭുതകരമായ പ്രതിഭാസത്തിന് ഞാൻ ഇന്ന് സാക്ഷിയായി എന്ന്. അങ്ങനെ ഒരു തനിയെ ഒരു ബട്ടൺ, ഒരു ഷർട്ടിൻ്റെ ഒരു ബട്ടൺ എൻ്റെ റൂമിൽ ഇന്ന് രാവിലെ ഉണ്ടായി എന്നുള്ളത് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ബട്ടണാണ് എൻ്റെ ഷർട്ടിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ ബട്ടൺ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ ചങ്ങാതിയെ കുതിരവട്ടത്ത് കൊണ്ടാക്കണോ അതോ ഊളംപാറയിൽ കൊണ്ടാക്കണോ, പിരിവെടുത്തിട്ടാണെങ്കിലും എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം എന്നുള്ളത് നിങ്ങളെല്ലാവരും ഷുവറായി തീരുമാനിച്ചിട്ടുണ്ടാകും. കാരണം എന്താ, താനെ പോളിമറുകൾ കൂടിച്ചേരുന്നു, അവ ഒരു രൂപം പ്രാപിക്കുന്നു, അതിനുശേഷം അത് ഒരു ബട്ടണായി തനിയെ രൂപാന്തരം പ്രാപിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തനിയെ ഒരാളും നിർമ്മിക്കാതെ, ഒരാളുടെ കരങ്ങളും പ്രവർത്തിക്കാതെ തനിയെ ഉണ്ടായി എന്നുള്ള ഒരു പച്ചയായ വിഡ്ഢിത്തം പറഞ്ഞാൽ അദ്ദേഹത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലും സാമാന്യമായ യുക്തിക്ക് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് സുഹൃത്തുക്കളെ അത്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങളെന്നെ പൊട്ടനെന്ന് വിളിച്ചത്, നിങ്ങളെന്നെ വട്ടനെന്ന് വിളിച്ചത് ഒരു ബട്ടൺ ഉണ്ടായത് തനിയെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണെങ്കിൽ
ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ ചെറിയൊരു ബട്ടൺ തനിയെ ഉണ്ടായി എന്ന് പറയുന്ന ഞാൻ പൊട്ടനാണെങ്കിൽ ഈ മഹാപ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു വാദത്തിന് അടിത്തറയുണ്ടെന്ന് നമ്മൾ പറയണോ? അതിന് സൈദ്ധാന്തികമായ അടിത്തറയുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണമോ? അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്കൊരു സംശയം വരും. ഇത്രമാത്രം അടിസ്ഥാനരഹിതവും ബാലിശവുമായ ഒരു വാദമാണെങ്കിൽ പിന്നെ എങ്ങനെ സമൂഹത്തിനിടയിൽ ഇതിന് അല്പമെങ്കിലും വേരോട്ടമുണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. അതിനുള്ള മറുപടി എന്നോണം നമ്മൾ യഥാർത്ഥത്തിൽ യുക്തിവാദത്തിൻ്റെ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൻ്റെ പിറവിയെക്കുറിച്ച്, നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ പിറവിയെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ തയ്യാറായാൽ നമുക്കത് ബോധ്യമാകും. യൂറോപ്പിലാണ് ആധുനിക യുക്തിവാദത്തിൻ്റെ പിറവി എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ യൂറോപ്പിൽ യുക്തിവാദം വളർന്നതും അതുപോലെ തന്നെ വേരുപിടിച്ചതും അവിടെയുള്ള കത്തോലിക്ക പൗരോഹിത്യവുമായി കൊമ്പുകോർത്തുകൊണ്ടാണ് എന്നുള്ളത് ചരിത്രം പഠിപ്പിക്കുന്നവർക്കറിയാം. അവിടെയുള്ള പൗരോഹിത്യം മനുഷ്യനോട് ചിന്തിക്കരുത്, പഠിക്കരുത്, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ആലോചിക്കേണ്ടതില്ല, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയാൽ മതി എന്ന് പറയുന്ന പൗരോഹിത്യമായിരുന്നു യൂറോപ്പിനെ ഭരിച്ചിരുന്നത്. അവിടെ പുരോഹിതന്മാർ പറയുന്നതിനപ്പുറത്തായിക്കൊണ്ട് അവരുടെ കരങ്ങളാൽ വികൃതമാക്കപ്പെട്ട സത്യവേദ പുസ്തകമെന്ന് അവർ വിളിക്കുന്ന വേദപുസ്തകത്തിൻ്റെ അപ്പുറത്തേക്കൊരു കാര്യം ചിന്തിക്കുവാനോ അങ്ങനെ ചിന്തിച്ച് വല്ലതും കണ്ടെത്തിയാൽ അത് സമൂഹത്തോട് പറയുവാനോ ഉള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമൂഹത്തിലാണ് യഥാർത്ഥത്തിൽ കോപ്പർനിക്കസും അതുപോലെ തന്നെ ബ്രൂണോയും അതുപോലെയുള്ള മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർ ജീവിക്കുന്നത്. അവർ പ്രകൃതിയിലേക്ക് നോക്കി അവരുടെ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും കൊണ്ട് അവർ മനസ്സിലാക്കിയ സത്യം ജനങ്ങളോട് പറയുവാൻ അവർ തയ്യാറായപ്പോൾ അവർക്കേറ്റത് പീഡനങ്ങളും അതുപോലെ തന്നെ മർദ്ദനങ്ങളുമാണ്. ഈ ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ ആധുനിക യുക്തിവാദത്തിൻ്റെ പിറവിയുണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ കേരളത്തിൽ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിലാണ് കേരളീയ യുക്തിവാദത്തിൻ്റെ പിറവി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെയും അദ്ദേഹം കണ്ട മതം എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കൂത്തരങ്ങായ ഒരു മതമായിരുന്നു, ജാതി വ്യവസ്ഥയുള്ള ഒരു മതമായിരുന്നു അദ്ദേഹം കണ്ടത്. ആ മതത്തെ എതിർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം യുക്തിവാദി എന്നുള്ള മാസിക തുടങ്ങുന്നതും അതിനുശേഷം കേരളീയ യുക്തിവാദത്തിന് വേരുകൾ അദ്ദേഹം നൽകുന്നതും. അതിനുശേഷം MC ജോസഫിനെ പോലെയുള്ള ഇടമറുകിനെ പോലെയുള്ള ആളുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരിക്കലും യഥാർത്ഥ ദൈവിക ദർശനത്തെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥ ദൈവിക മതത്തെ എതിർത്തുകൊണ്ടോ അല്ല യഥാർത്ഥത്തിൽ യുക്തിവാദം വേര് പ്രാപിച്ചിട്ടുള്ളത്. മറിച്ച് പുരോഹിത മതങ്ങളെയും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളെയും എതിർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യുക്തിവാദം വളർന്നിട്ടുള്ളതും പന്തലിച്ചിട്ടുള്ളതും. എന്നാൽ ഇവിടെ നമ്മൾ കാണുക, ഇവിടെ ഒരു ഭാഗത്ത് പുരോഹിത മതം ജനങ്ങളോട് ചിന്തിക്കരുത്, പഠിക്കരുത്, മനസ്സിലാക്കരുത്, പ്രപഞ്ചത്തിലേക്ക് നോക്കരുത്, ഞങ്ങൾ പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കാണാതെ പോകുന്നത് ദൈവിക മതം ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ദൈവിക മതത്തെ എടുത്ത് പരിശോധിച്ചാൽ ദൈവിക മതം ചിന്തയെയും യുക്തിയെയും ഏത് രൂപത്തിലാണ് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് കടമയാണെന്ന് മാത്രമല്ല, ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാത്തവർ നാൽക്കാലികളെക്കാൾ അധപ്പതിച്ചവരാണ് എന്നാണ് യഥാർത്ഥത്തിൽ ദൈവിക മതം പഠിപ്പിക്കുന്നത്. ഖുർആനിൽ നമുക്ക് കാണാം, 7-ാം അധ്യായത്തിലെ 179-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. എന്താണത്? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ അവർ കാണുന്നില്ല. അവർക്ക് ചെവിയുണ്ട് പക്ഷെ അവർ കേൾക്കുന്നില്ല. ഇങ്ങനെ കണ്ണുകളുണ്ടായിട്ട് കാണാത്തവർ, ഹൃദയങ്ങളുണ്ടായിട്ട് ചിന്തിക്കാത്തവർ, ബുദ്ധിശക്തി ഉപയോഗിക്കാത്തവർ, പഠനത്തിനും ഗവേഷണത്തിനും തയ്യാറാവാത്ത ആളുകളെ സംബന്ധിച്ച് ദൈവിക മതം പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത് ഉലൈക കൽ അൻആം എന്നാണ്. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. അവിടെയും ഖുർആൻ നിർത്തിയില്ല, ബൽഹും അദൽ, അവരതിനേക്കാൾ മോശമാണ് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭാഗത്ത് ചിന്തിച്ചതിൻ്റെ പേരിൽ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന പുരോഹിത മതമാണെങ്കിൽ മറുഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന, ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ നാൽക്കാലികളെ പോലെയാണ് എന്ന് പറയുന്ന ഒരു മതത്തെയാണ്. മാത്രവുമല്ല, ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ, ഇങ്ങനെ പഠിക്കുന്നതിലൂടെ നമുക്ക് ബോധ്യമാകുന്ന ഒരു സത്യമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർ അവസാനം പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ്.
ഫഖിന അദാബന്നാർ, നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണേ എന്ന് പഠിക്കുന്നവർ, ചിന്തിക്കുന്നവർ പറയുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് ദൈവിക മതം പറയുന്നത് പഠിക്കുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെ, സൃഷ്ടിയെക്കുറിച്ചും സൃഷ്ടിപ്പിനെക്കുറിച്ചും ചിന്തിക്കുന്നതിലൂടെ, ഗവേഷണം നടത്തുന്നതിലൂടെ സ്രഷ്ടാവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് യഥാർത്ഥ ദൈവിക മതം പറയുന്നത് എങ്കിൽ, മറുഭാഗത്ത് പുരോഹിത മതം പഠിക്കരുത്, ചിന്തിക്കരുത് എന്ന് പറയുകയാണ്. ആ പുരോഹിത മതവുമായി, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുമായി, അനാചാരങ്ങളുമായി പോരാടിക്കൊണ്ട് അവയോട് കൊമ്പ് കോർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളതും അത് വളർന്നിട്ടുള്ളതും. എന്നാൽ ഈ ഒരു ഭാഗത്ത് ദൈവിക മതവുമായി, ചിന്തിക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവിക മതവുമായി കൊമ്പ് കോർത്തുകൊണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ വളർച്ച സാധ്യമാവുകയില്ല. നമുക്കറിയാം, ബ്രൂണോയെ പോലെയുള്ള, അതുപോലെ തന്നെ കോപ്പർനിക്കസിനെ പോലെയുള്ള ആളുകൾ, അവർ ശാസ്ത്രജ്ഞന്മാർ, യഥാർത്ഥത്തിൽ അവരൊരുപാട് പീഡനങ്ങളാണ് ഈ ഒരു പുരോഹിത മതത്തിൻ്റെ സാഹചര്യത്തിൽ നേരിട്ടത് എങ്കിൽ, ഇസ്ലാമിക സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് ജാബിർ ബിൻ ഹയ്യാനെ പോലെയുള്ള, അൽ ഖാസിയെ പോലെയുള്ള, അതുപോലെ തന്നെ അൽ ഹസനെ പോലെയുള്ള ഒരുപാട് ശാസ്ത്ര പ്രതിഭകൾ ഇസ്ലാമിക സാഹചര്യത്തിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും പറയുന്ന ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം പ്രതിഭകൾ, ശാസ്ത്ര പ്രതിഭകൾ ഇസ്ലാമിക സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വേർതിരിവ് യഥാർത്ഥത്തിൽ വളരെ വ്യക്തമാണ്. ഇവിടെ ദൈവിക മതവുമായി കൊമ്പ് കോർത്തുകൊണ്ടോ അതിനോട് പോരാടിക്കൊണ്ടോ ഒരിക്കലും യുക്തിവാദത്തിന് വളർച്ച സാധ്യമല്ല എന്നുള്ളത് അവർ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യഥാർത്ഥ ചിന്തിക്കുവാനും പഠിക്കുവാനും പറയുന്ന ദൈവിക മതവുമായി കൊമ്പ് കോർത്തുകൊണ്ടോ അതിനോട് ആദർശപരമായി ഏറ്റുമുട്ടിക്കൊണ്ടോ അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ആദർശത്തിന് വളർച്ചയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീട് ചില മുഖംമൂടികളുമായി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാൻ ഇവർ തയ്യാറായിട്ടുള്ളത്. ഇവർ യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്തിക്കുന്ന, അതുപോലെ തന്നെ പഠിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് തങ്ങളുടെ ഈ പൊട്ടൻ ആശയവുമായി രംഗത്ത് വന്നാൽ അത് വലിച്ചെറിയപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചില മുഖംമൂടികൾ സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടുള്ളത്. ഒരുപാട് മുഖംമൂടികൾ അവർ സ്വീകരിച്ചു. അതിൽപ്പെട്ട ഒന്നായിരുന്നു ഹ്യൂമനിസത്തിൻ്റെ മുഖംമൂടി. എന്താണ് ഹ്യൂമനിസം? നമ്മുടെ കേരളത്തിൽ പോലും ഒരുപാട് ആളുകൾ മാനവികവാദം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു കാലം പ്രസംഗിച്ചു നടന്നിരുന്നു. എന്താണ് ഈ ഹ്യൂമനിസം? ഈ ഹ്യൂമനിസം രൂപം കൊള്ളുവാനുള്ള സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. യൂറോപ്പിൽ പുരോഹിത കോടതി, അതുപോലെ തന്നെ പുരോഹിതന്മാർ ജനങ്ങളെ ചിന്തിക്കുവാനും പഠിക്കുവാനും അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മനുഷ്യൻ്റെ അവകാശങ്ങളെ പൊലിപ്പിച്ച് കാട്ടിക്കൊണ്ടായിരുന്നു ഹ്യൂമനിസ്റ്റുകൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഭൗതികവാദികൾ അവർ യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ പഠിക്കുന്നതിൻ്റെയും ബുദ്ധി ഉപയോഗിക്കുന്നതിൻ്റെയും സാധ്യതകളെ പൊലിപ്പിച്ച് കാട്ടിക്കൊണ്ട് സമൂഹത്തിലേക്ക് രംഗത്ത് വരികയായിരുന്നു. അവർ ഹ്യൂമനിസത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഭൗതികവാദം ചെലവാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ 20-ാം നൂറ്റാണ്ടിലേക്ക് യൂറോപ്പ് കടന്നതോടുകൂടി ആ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു രംഗമായിരുന്നു നമ്മൾ കണ്ടത്. 20-ാം നൂറ്റാണ്ടിലേക്ക് യൂറോപ്പ് കടക്കുന്നത് മതത്തിൻ്റെ ഊന്നുവടികളെ വഴികളിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ്. മതത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ടാണ് യൂറോപ്പ് 20-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്നത്. എന്നിട്ടും 1914 ഒന്നാം ലോകമഹായുദ്ധവും 1939 രണ്ടാം ലോകമഹായുദ്ധവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 അണുവിസ്ഫോടനങ്ങളും നടക്കുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ ലോക മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവങ്ങളായിരുന്നു. ഇതുവരെ അവർ ഹ്യൂമനിസ്റ്റുകൾ പഠിപ്പിച്ചത് മതമായിരുന്നു മർദ്ദനോപാധി എന്നായിരുന്നു. മതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ പീഡിപ്പിക്കുന്നത്, മതമാണ് എല്ലാ മർദ്ദനങ്ങളുടെയും ഉപാധി എന്ന് പഠിപ്പിക്കപ്പെട്ട ലോകത്തിൻ്റെ മുന്നിലേക്ക് അതാ ഒരു മതത്തിൻ്റെയും പേരിലല്ലാതെ ജനങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് നേരിട്ട് കാണുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഹ്യൂമനിസ്റ്റുകളുടെ മനുഷ്യനുമായി ബന്ധപ്പെട്ട സങ്കല്പത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഭൗതികവാദികളുടെ ഈ ഒരു മനുഷ്യ സങ്കല്പത്തെ ചോദ്യം ചെയ്യപ്പെടുകയും ആ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു രംഗമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. അങ്ങനെ ആ ഒരു മുഖംമൂടി അവർക്ക് ഉപേക്ഷിക്കേണ്ടി തന്നെ വന്നു. പിന്നീട് ഈ അടുത്തായി നമ്മൾ കണ്ട മറ്റൊരു മുഖംമൂടിയായിരുന്നു ന്യൂ എത്തീസം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മുഖംമൂടി. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ശക്തി പ്രാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സെപ്റ്റംബർ 11 ആ ആക്രമണത്തെ വെസ്റ്റേൺ മീഡിയകൾ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്ന് നമുക്കറിയാം. ഒരു ഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വേൾഡ് ട്രേഡ് സെൻറ്ററും മറുഭാഗത്ത് ഉസാമ ബിൻ ലാദൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയും അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലായി കൊണ്ട് ഖുർആനിൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഇതാ ഈ മനുഷ്യൻ ഈ ക്രൂരകൃത്യം ചെയ്യാനുള്ള പ്രചോദനം കിട്ടിയത് ഈ ഖുർആനിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ആ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ന്യൂ എത്തീസത്തിൻ്റെ മുഖംമൂടിയുമായി ഇവർ വരാനുള്ള കാരണം.
നമുക്കറിയാം ഒരുപാട് ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു വാദവുമായി വന്നപ്പോൾ മതം യഥാർത്ഥത്തിൽ തിന്മയാണ് പഠിപ്പിക്കുന്നത്, മതം തിന്മയുടെ മാതാവാണ് എന്നുള്ള ഒരു ആദർശം പഠിപ്പിക്കുവാനായിരുന്നു അവരിതിലൂടെ ശ്രമിച്ചത്. എന്നാൽ മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസത്തെ അവരെ എതിർക്കുവാൻ അവർക്ക് സാധിച്ചുവെങ്കിലും യഥാർത്ഥ യുക്തിഭദ്രമായ ദൈവവിശ്വാസം അടങ്ങുന്ന ഇസ്ലാമിനെയായിരുന്നു ഇവർക്ക് ഏറ്റവും വലിയ ശത്രുവായി കാണേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു മുഖം കൂടി ഇവരണിഞ്ഞുകൊണ്ട് സമൂഹത്തേക്ക് രംഗത്ത് വന്നിട്ടുള്ളത്. ന്യൂ അത്തീസത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് നമുക്കറിയാം റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള, അതുപോലെ തന്നെ സാം ഹാരിസിനെ പോലെയുള്ള, ക്രിസ്റ്റഫർ ഹിച്ചിൻസിനെ പോലെയുള്ള ആളുകൾ. സാം ഹാരിസിൻ്റെ തൻ്റെ എൻഡ് ഓഫ് ഫെയ്ത്ത് എന്ന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദ പ്രോബ്ലം വിത്ത് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽസ് തന്നെ തീവ്രവാദത്തിന് വളം വെക്കുന്നതാണ് എന്നാണ്. ഇസ്ലാമിൻ്റെ ഫണ്ടമെൻ്റൽസ് തന്നെ അത് പഠിപ്പിക്കുന്നു. ഇസ്ലാം വാളിൻ്റെ മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുവരെ അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ അത് സമർത്ഥിക്കുവാൻ സാധിക്കുകയാണ്. ഏതുവരെ എന്നറിയുമോ? ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചാവേർ ആക്രമണങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് പോലും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ തെളിവുണ്ട് എന്ന് വരെ അദ്ദേഹം പറയുന്നു. ആ ഒരു തരത്തിലേക്ക് ഇസ്ലാമിനെ അന്ധമായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എതിർക്കുവാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. ഏതുവരെ എന്നറിയുമോ സുഹൃത്തുക്കളെ? ക്രിസ്റ്റഫർ ഹിച്ചിൻസിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ ദ ഗോഡ് ഈസ് നോട്ട് ഗ്രേറ്റ് എന്നാണ്. ദ ഗോഡ് ഈസ് നോട്ട് ഗ്രേറ്റ് എന്താ? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ദ ഗോഡ് ഈസ് ഗ്രേറ്റ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ടുള്ള ഒരു ടൈറ്റിൽ തൻ്റെ പുസ്തകത്തിന് സ്വീകരിക്കാൻ വരെ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അദ്ദേഹത്തോടൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്നാണ്. ഈ ഒരു തരത്തിലേക്ക് തങ്ങളുടെ ആദർശം, ദൈവമില്ല, ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്നുള്ള ആദർശം ചെലവാകാത്തപ്പോൾ ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും ചെറിയ മൈലേജ് കിട്ടിയെങ്കിൽ എന്നാലോചിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു ആളുകൾ എത്തി എന്നുള്ളതാണ്. അല്ലേ? നമ്മുടെ കേരളത്തിലും ഈ ഒരു അടവ് പ്രയറ്റാൻ നമ്മുടെ കേരളത്തിലെ പാവം യുക്തിവാദികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം കേരളത്തിൻ്റെ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൽ നിന്ന് തുടങ്ങാം. MC ജോസഫിനെ പോലെയുള്ള ആളുകൾ യുക്തിവാദത്തെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ യുക്തിവാദി മാസികകളിലൂടെ യുക്തിവാദം ദാർശനികമായി സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മറുപടിയായിക്കൊണ്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരികയാണ്. അവിടെ വ്യക്തമായ ആദർശപരമായ വിഷയങ്ങളിൽ കൃത്യമായ യുക്തിവാദത്തിനുള്ള കൃത്യമായ മറുപടികൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. മാത്രവുമല്ല, സൽസബീൽ മാസികയിലൂടെ MC ജോസഫും അതുപോലെ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബും തമ്മിൽ ഒരു തൂലിക സംവാദം നടക്കുകയും അവിടെ ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ MC ജോസഫ് അടിപതറുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും നമുക്കത് വായിക്കാൻ ലഭ്യമാണ്. ആ ഒരു തൂലിക സംവാദം യഥാർത്ഥത്തിൽ കേരളീയ യുക്തിവാദികൾക്ക് ചില തിരിച്ചറിവുകൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു തരത്തിൽ ദാർശനികമായി യുക്തിവാദം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഈ ഒരു തരത്തിൽ ഉത്തരം മുട്ടേണ്ടി വരുമെന്ന് അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ തുടർച്ച എന്ന് തന്നെ മനസ്സിലാക്കാം. ഇടമറുകിനെ പോലെയുള്ള ആളുകൾ പിന്നീട് ഇസ്ലാമിക വിമർശനങ്ങളുമായി പുസ്തകങ്ങളുമായി രംഗത്ത് വന്നത് അതിൻ്റെ തുടർച്ച എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ അവസ്ഥ എന്താ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിഷനറിമാരുടെയും അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകളുടെയും ഇസ്ലാമിക വിമർശനങ്ങൾ പദങ്ങൾ പോലും കോപ്പിയടിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എൻ്റെ നാടിനടുത്തുള്ള ഉളിക്കലിൽ വെച്ച് ഒരു യുക്തിവാദി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ തീവ്രവാദത്തിന് മൊത്തം കാരണം. ഈ ഒരു തരത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ളത് അന്ധമായി ഒരു അജണ്ടയാക്കി അതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയില്ലാത്ത അവസ്ഥയിലേക്ക് കേരളീയ യുക്തിവാദികൾ മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ് പ്രിയമുള്ളവർ. എന്നാൽ നമുക്ക് പറയുവാനുള്ളത്, ഈ ഒരു ആളുകളോട് നമുക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് മുമ്പ് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് നിങ്ങളുടെ ആദർശം തെളിയിക്കുവാൻ, നിങ്ങളുടെ ആദർശം ദാർശനികമായി സ്ഥാപിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ്. മാത്രവുമല്ല സുഹൃത്തുക്കളെ, ഇസ്ലാമിക വിമർശനങ്ങളുമായി ഇവർ രംഗത്ത് വന്നപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇവർക്ക് കൃത്യമായ വ്യക്തമായ മറുപടികൾ കൊടുത്തു. യഥാർത്ഥത്തിൽ അതിൽ നിന്നും പിൻവലിയേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ അവർക്കുണ്ടായി. അതിൻ്റെയൊക്കെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ 18ാമത്തെ അടവെന്ന് പറയാം. ഇപ്പോൾ കോമാളി മുഖംമൂടികളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ. കോമാളി മുഖംമൂടി മാത്രമേ ഇനി അവർക്ക് സ്വീകരിക്കാൻ ബാക്കിയുള്ളൂ. ഇനിയോ അങ്ങനെ കോമാളി മുഖംമൂടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അതെങ്കിലും സ്വയം ഒന്ന് ചിന്തിച്ച് പഠിച്ച് അതെങ്കിലും ക്രിയേറ്റീവായി സമൂഹത്തിന് മുമ്പിലേക്ക് പുതുതായി ഒന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അതും കോപ്പിയടിച്ചതാണ് സുഹൃത്തുക്കളെ. അമേരിക്കയിലെ പബ്ലിക് സ്കൂൾ സിലബസിലേക്ക് ക്രിയേഷനിസം പഠിപ്പിക്കാൻ അവിടെയുള്ള ആളുകൾ തയ്യാറായപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അതിനെതിരെ വന്നിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ചർച്ച് ഓഫ് ഫ്ലൈയിങ് സ്പെഗറ്റി മോൺസ്റ്റേഴ്സ് എന്നുള്ള ഒരു മൂവ്മെൻറ്റ്.
ഫ്ലൈയിങ് സ്പെഗറ്റി മോൺസ്റ്റേഴ്സ് എന്ന ഒരു ദൈവം ഞങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാസത്തിൻ്റെ രീതിയിൽ അവർ രംഗത്ത് വരികയായിരുന്നു. ആ ഒരു മുഖം മൂടി അല്ലെങ്കിൽ ആ ഒരു കോമാളി വേഷം അതേപടി പകർത്തുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഡിങ്കോയിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കോമാളി വേഷം കെട്ടുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഡിങ്കോയിസം എന്നുള്ള ആ ഒരു കാര്യത്തിന് യഥാർത്ഥ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ അത് പ്രാപ്തമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് നിങ്ങൾ ഒന്നിനെയും ആരാധിക്കരുത്, ഒന്നും ആരാധനക്ക് അർഹരല്ല എന്നാണ്. നിങ്ങൾ സൂര്യനെ ആരാധിക്കരുത്, നിങ്ങൾ ചന്ദ്രനെ ആരാധിക്കരുത്, സൂര്യൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കണം, ചന്ദ്രൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്നിനെയും ആരാധിക്കരുത്, യേശുവിനെയല്ല യേശുവിൻ്റെ സൃഷ്ടാവിനെ, മുഹമ്മദ് നബിയെ അല്ല മുഹമ്മദ് നബിയുടെ സൃഷ്ടാവിനെ, ശ്രീകൃഷ്ണനെയല്ല ശ്രീകൃഷ്ണൻ്റെ സൃഷ്ടാവിനെ, ഇങ്ങനെ ഒന്നിനെയുമല്ല അതിൻ്റെയൊക്കെ സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് പറയുന്ന ദർശനത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങളൊരു എലിക്കുട്ടിയുമായി വന്നാൽ അതിനെയുമല്ലടോ അതിൻ്റെയും സൃഷ്ടാവിനെ പോയി ആരാധിക്കുക എന്ന് പറഞ്ഞ് അവഗണിക്കുവാൻ മാത്രമേയുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തരത്തിലുള്ള കോമാളി വേഷം കെട്ടൽ. സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ അപഹാസ്യരാകുന്നു എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട യുക്തിവാദി സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഈ മുഖംമൂടികൾ അഴിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ദാർശനികമായി നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ തയ്യാറാവണമെന്നാണ്. നട്ടെല്ല് നിവർത്തിക്കൊണ്ട് യുക്തിവാദം പ്രസംഗിക്കാൻ നിങ്ങൾ ഇനിയെങ്കിലും തയ്യാറാവണമെന്നാണ് പറയുവാനുള്ളത്. അങ്ങനെ തയ്യാറാവുമ്പോഴാണ് ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞ ബട്ടൺ കഥയുണ്ടല്ലോ, പൊട്ടൻ കഥ, അത് വിശ്വസിക്കേണ്ടി വരില്ലേ ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്നുള്ള ചോദ്യം അവിടെയാണ് ഉയർന്നു വരിക. അവിടെയാണ് നിങ്ങൾക്ക് ഉത്തരം മുട്ടുന്നത്. അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കണം, പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞ ബട്ടൺ കഥ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു ബട്ടൺ യാദൃശ്ചികമായി കൂടിച്ചേർന്നുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഖുർആൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ ആദ്യം ഓതിയ ആയത്ത്, ഒരു ബട്ടൺ പോലും തനിയെ ഉണ്ടാവുകയില്ലെങ്കിൽ നിങ്ങൾ തനിയെ ഉണ്ടായി എന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ല, നാമാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? അതുപോലെ തന്നെ ഖുർആൻ ചോദിക്കുന്നു, നിങ്ങളാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ബല്ലാ യൂഖിനൂൻ. ഇവിടെ വളരെ വ്യക്തമായിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ ഒരു ചോദ്യം അത് മുഴച്ചു നിൽക്കുകയാണ്. ആ ഒരു ചോദ്യത്തിന് അതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ദാർശനികമായി ഉത്തരം പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മുഖംമൂടികൾ സ്വീകരിക്കേണ്ടി വരുന്നതും ആദർശം മറച്ചുകൊണ്ട് വിമർശനങ്ങളും കോമാളി മുഖംമൂടികളുമായി ഇത്തരം ആളുകൾക്ക് രംഗത്ത് വരേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ഇസ്ലാമിന് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കാതെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണമെന്നല്ല, നിങ്ങൾ പഠിച്ചുകൊണ്ട് സൃഷ്ടാവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കണമെന്നാണ് ഇസ്ലാമിന് ജനങ്ങളോട് പറയുവാനുള്ളത്. ഒരിക്കലും ഞാൻ ചോദിക്കട്ടെ, മനുഷ്യ ശരീരം കീറി മുറിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു ബയോളജി വിദ്യാർത്ഥികൾ, ഒരു മെഡിസിൻ വിദ്യാർത്ഥിക്ക് എങ്ങനെ സാധിക്കും അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു മെക്കാനിസങ്ങൾ തനിയെ യാദൃശ്ചികമായി ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ എങ്ങനെ സാധിക്കും പ്രിയമുള്ളവരെ? ഒരു നിസ്സാരമായി, ഞാൻ പറഞ്ഞല്ലോ, നിസ്സാരമായ ഒരു ബട്ടൺ പോലും തനിയെ ഉണ്ടായി എന്ന് പറയുന്നവരെ പൊട്ടൻ എന്ന് വിളിക്കുന്നവർക്ക് എങ്ങനെ സാധിക്കും, എങ്ങനെ മനുഷ്യബുദ്ധിക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, പഠിക്കുക, മനസ്സിലാക്കുക. സൃഷ്ടാവിൻ്റെ അസ്തിത്വം ബോധ്യപ്പെട്ടാൽ അത് മനസ്സിലാക്കാനും അത് സ്വീകരിക്കുവാനും അത് സമൂഹത്തോട് പറയുവാനുമുള്ള ധൈര്യം നമ്മൾ കാണിക്കണമെന്നാണ് എൻ്റെ സുഹൃത്തുക്കളോട് പറയുവാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.